ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന EGN തൊഴുത്ത് ഒന്ന് ശുദ്ധീകരിക്കുക, ഒന്ന് വൃത്തിയാക്കുക. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ച തീവെട്ടിക്കൊള്ളയായിരുന്നല്ലോ. അത് CPM-നെ ഒരു പാതാള കുഴിയിലേക്ക് എത്തിച്ചിരിക്കുക. ആ കുഴിയിൽ നിന്ന് പാർട്ടിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് സാധിക്കാൻ വേണ്ടി ജയകുമാറിന്റെ വ്യക്തിപരമായ ഔന്നത്യം വാടകയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നോ എന്നാണ് ജയകുമാറിനെ ഇഷ്ടപ്പെടുന്ന പലരും ഈ വാർത്ത കേട്ടപ്പോൾ ചിന്തിച്ചത്. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അധികാരത്തിൽ വന്നപ്പോഴൊന്നും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് CPM ആലോചിക്കുകയോ ചിന്തിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ മാസം 13-ാം തീയതി ഇപ്പോഴത്തെ ഒരു ബോർഡ്, നമ്മുടെ പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ്, അതിന്റെ കാലാവധി അവസാനിക്കുക. അപ്പൊ അത് നീട്ടിക്കൊടുക്കാനാണ് സർക്കാർ ഇതുവരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ കൊള്ള തുടരണമല്ലോ. ശബരിമലയിൽ നടക്കുന്ന ഈ തീവട്ടിക്കൊള്ള തുടരാനുള്ള സൗകര്യത്തിന് ആ ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാം. അതിനൊരു ഓർഡിനൻസ് കൊണ്ടുവരാനൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് CPM തീരുമാനം മാറ്റി. അതിനൊരു കാരണമുണ്ട്. അതായത് ഇപ്പോഴത്തെ ബോർഡിലേക്കും പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലേക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീളുന്നു. ദേവസ്വം ബോർഡ് ഓഫീസിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഈ അന്വേഷണ സംഘം. അത് മനസ്സിലായി. ഇപ്പോൾ തന്നെ 2 മുൻ പ്രസിഡന്റുമാരെ സംശയത്തിന്റെ നിഴലില്ല. അന്വേഷണ സംഘത്തിന്റെ സ്കാനറിൽ അവരുണ്ട്. അപ്പം ഇപ്പോഴത്തെ പ്രസിഡന്റിനോട് വന്നു കഴിഞ്ഞാൽ സംഗതി കുലുമാലാകും.